In temperature of Earth's surface, ocean and atmosphere. Gradual in. Okay. Then വേറെ ആരാ? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ, പറഞ്ഞോ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറഞ്ഞോളൂ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് റിട്ടൻഷൻ ഓഫ് ഹീറ്റ് ഇൻ അറ്റ്മോസ്ഫിയർ ആണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്തായിരുന്നു? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പം സ്ക്രീൻ വിസിബിൾ ആണല്ലോ? ആണോ? ആണെങ്കിൽ ഓക്കെ. അപ്പൊ ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഈ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാല് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പല ലെയേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? എങ്ങനെ ലെയേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും മുകളിലേക്ക് പോകുന്നതോളം ഒരു ഇത്ര കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ, അതിനപ്പുറത്തേക്ക് ഇത്ര കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ, അതിനപ്പുറത്തേക്ക് മിസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ലെയേഴ്സ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതില് സ്ട്രാറ്റോസ്ഫിയറില് കൂടുതലായിട്ടും നമുക്ക് ഓസോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കാണാൻ പറ്റും. O3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന് നമുക്ക് കാണാൻ പറ്റും. ഓസോൺ കൂടുതലായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ്. ഞാൻ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് എനിക്ക് കിട്ടണം. അപ്പൊ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾ ഫോൺ ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് കാര്യമില്ല. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അവിടെ ലൈവായിട്ട് ഉണ്ടാവണം. ഓക്കെ. ഞാനിപ്പോ 1-2 തവണ വിളിച്ചിട്ട് മാർക്കും റെസ്പോൺസ് ഇല്ല. ഓക്കെ. അപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ് ഞാൻ ഓരോന്നും ചോദിക്കുന്നത്, ഏത് ലെയേഴ്സ് ആണെന്നുള്ള പേര് വരെ ചോദിക്കും. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ ലെയറിലുള്ള കൂടുതലായിട്ടും കാണുന്നത് ഓസോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഈ ഓസോൺ എന്ന് പറയുന്നത് നമുക്ക് സോളാർ റേഡിയേഷൻസ്, അതായത് സണ്ണിൽ നിന്നും വരുന്ന റേഡിയേഷൻസ്, പല ഡിഫറെന്റ് റേഡിയേഷൻസ് ഉണ്ട് അല്ലെ? ഡിഫറെന്റ് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ഉണ്ട്. ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ഉണ്ട്, ലോങ് വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് ഉണ്ട്. റേസ്, ഇൻഫ്രാറെഡ്, UV റേസ്, എക്സ് റേസ്, വിസിബിൾ റേസ് എന്നൊക്കെ പറഞ്ഞിട്ട് റേസ് പല രീതിയിൽ നമുക്ക് നമ്മുടെ എർത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിലെ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള UV റേസ് എന്ത് ചെയ്യും? UV റേസിനെ ആര് ബ്ലോക്ക് ചെയ്ത് വെക്കും? നമ്മുടെ ഈ ഓസോൺ എന്ന് പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഈ ഓസോൺ എന്ന് പറയുന്ന ഈ ലെയർ, അത് കൂടുതലായിട്ടും എല്ലാം കൂടെ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു ലെയർ ആയിട്ട് ഫോം ചെയ്യും. ലെയർ ആയിട്ട് അത് കൂടുതലായിട്ടും ആ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുതലായിട്ടും ഓസോൺ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഓസോൺ ഒരു ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ ഷോർട്ട് വേവ് ലെങ്ത് ഉള്ള റേസിനെയൊക്കെ അത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും. കൂടുതലായിട്ടും UV റേസിനെ അത് എന്ത് ചെയ്ത് വെക്കും? ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഈ UV റേസ് നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടും. ഈ UV റേസ് നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡീനെ വളരെയധികം ഹാംഫുൾ ആയിട്ട് ബാധിക്കും. ഓക്കെ. നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചുറീസ്, ഡാമേജസ് ഉണ്ടാവും ഈ UV റേസ് നമ്മുടെ എർത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ? ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ സൺസ്പോട്ട് ഒക്കെ പോലുള്ള പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് അല്ലെ? നമുക്ക് പലതരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകാറുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കവചമായിട്ട്, നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഈ UV റേസിൽ നിന്നും നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള റേസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോങ് വേവ് ലെങ്ത് ഉള്ള റേസ് ഒക്കെ അതിനൊക്കെ മറികടന്നിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെയാണ് UV ഇൻഫ്രാറെഡ് റേസ്, ഹീറ്റ് റേഡിയേഷൻസ് എന്ന് പേരുള്ള ഇൻഫ്രാറെഡ് റേസ് ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈ എയർ പൊല്യൂട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രാപ്പ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഈ UV റേസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്, ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓസോണിന്റെ ഒരു മെയിൻ കർത്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മുടെ ഈ ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓസോണിന് നേരെ ശത്രുവായിട്ടുള്ള ഒരാളാണ് എന്താന്ന് വെച്ചാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറഞ്ഞ ഈ ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ഓക്സോണുമായിട്ട് പ്രവർത്തിച്ച് ഓസോണിനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഈ ക്ലോറിൻ, ബ്രോമിൻ എന്നൊക്കെ പറയുന്ന ഗ്യാസസ് ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ബ്രോമിന്, ക്ലോറിൻ ഒക്കെ പോലുള്ള വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ഉണ്ടാകും. എപ്പോഴാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത്,
ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബ്രോമിൻ, ക്ലോറിൻ ഒക്കെ പോലുള്ള ഗ്യാസസ് കൂടുതലായിട്ടും അന്തരീക്ഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതെന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇത് മൂവ് ചെയ്യും അല്ലെ, മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലെ. മൂവ് ചെയ്ത് നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയറിലുള്ള നമ്മുടെ ഈ ഓസോൺ ലെയറുമായിട്ട് അത് കമ്പൈൻ ചെയ്ത് ഈ ഓസോൺ ലെയറിനെ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും. ഡാമേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ലെയറിന് എന്ത് ചെയ്യും? ഹോൾസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഈ ബ്രോമിനും ക്ലോറിനും ഒക്കെ പോലുള്ള ഗ്യാസസ് ഓസോണുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ചെറിയ ഹോൾസിനെയാണ് എന്ത് പറയാ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? നമ്മുടെ ഭൂമിയിൽ നിന്ന് കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ പോലെയുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺസ് നമ്മുടെ ഈ ഓസോണുമായിട്ട് ലിങ്ക് ചെയ്ത് ഓസോണുമായിട്ട് പ്രവർത്തിച്ച് കമ്പൈൻ ചെയ്ത് ഓസോണിന് ഡാമേജ് ഉണ്ടാക്കുന്നു, സുഷിരങ്ങൾ വീഴ്ത്തുന്നു. ഈ ഹോൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോണിന് വരുന്ന ചെറിയ സുഷിരങ്ങൾ, ഹോൾസിനെയാണ് എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സുഷിരങ്ങൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അപ്പൊ പിന്നെ എന്തായിട്ട് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനെ ഈ നമ്മുടെ യു വി റേസിന് അതിന് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഈ ഹോൾസിലൂടെ ഈ യു വി റേസ് എന്ത് ചെയ്യും? നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മളെ ബാധിക്കും നല്ല രീതിയിൽ അല്ലെ, നമ്മളെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണ് അത് ഗ്ലോബൽ വാർമിങ്ങിനും കാരണമാകും, നമ്മളെ പല രീതിയിലും നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാകും. ഓക്കെ, ഇപ്പൊ ഓസോൺ ഡിപ്ലീഷൻ എന്താന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? Okay, what is ozone layer depletion? Ozone layer depletion is the reduction of the amount of ozone in the stratosphere caused by substances formed from breakdown of ozone depleting substances. ഇതുപോലുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ബ്രോമിൻ, ക്ലോറിൻ ഒക്കെ പോലുള്ള ഗ്യാസസ് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യാൻ കാരണക്കാരായ സബ്സ്റ്റൻസസ്, ക്ലോറോ ഫ്ലോറോ കാർബൺസ് ഒക്കെ പോലുള്ള സബ്സ്റ്റൻസസുകൾ എന്ത് ചെയ്യും? സ്ട്രാറ്റോസ്ഫിയറിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഓസോണിന്റെ എമൗണ്ടിനെ റെഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ്, റെഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഹോൾസ് വരിക അല്ലെ. കൂടുതലായിട്ട് കൺജസ്റ്റഡ് ആയി നിൽക്കുന്ന സാധനത്തിന് റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഹോൾസ് വരും അല്ലെ. അപ്പൊ അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓസോൺ ലെയറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. Ozone layer prevents the harmful ultraviolet rays from entering in the atmosphere, but is one of the main ozone emitters, and it allows the penetration of harmful UV rays. Chlorofluorocarbon remains in the atmosphere for decades and reacts with the atmospheric chlorine to accelerate the long chain reaction. This chain reaction slowly eats away the oxygen from which would be used in the ഫോർമേഷൻ ഓഫ് ഓസോൺ. ഇപ്പൊ ഓസോൺ ഫോം ചെയ്യുന്നതിന് ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്താന്നുള്ളത്? അപ്പൊ ഡിപ്ലീഷൻ എങ്ങനെയൊക്കെയാ ഒക്കർ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓസോൺ ഡിപ്ലീഷൻ മെയിൻലി occurs by chlorine oxide, chlorofluorocarbon, nitrogen oxide, bromine, ക്ലോറോഫ്ലൂറോ ക്ലോറൈഡ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇങ്ങനെയുള്ള റേഡിയേഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത്. ഓക്കെ, ഓസോൺ ഡിപ്ലീഷൻ എന്താന്നുള്ളത് മനസ്സിലായില്ല അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ കൃഷ്ണേന്ദു, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്താന്നുള്ളത് ക്ലിയർ ആണല്ലോ? പറഞ്ഞോ, ക്ലിയർ ആണോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട, കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ്. കാർബൺ ക്രെഡിറ്റ്സും കാർബൺ ട്രേഡിങ്ങും എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി 2 ചെറിയ സെഷൻസും കൂടി ഉള്ളൂ, ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് കാർബൺ ട്രേഡിംഗ്. ഓക്കെ, കാർബൺ ക്രെഡിറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഫസ്റ്റ് മൊഡ്യൂൾ. ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരാ പറഞ്ഞേ? സ്നേഹ പറഞ്ഞേ. സ്നേഹ
കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ. എവിടെയായിരുന്നു? മിസ്സേ നമ്മള് കാർബൺ ആ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാല് ആ നമുക്ക് ഒരു ഇത്ര ക്രെഡിറ്റ് കിട്ടും എന്നുള്ളല്ലേ? അതെ 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 അതെ, ക്രെഡിറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത് എവിടെയാ പറഞ്ഞത്? അതിനൊരു മെക്കാനിസത്തിന് ഒരു പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മള്. ആ ഒരു അറേഞ്ച്മെന്റിന് ഒരു അല്ലെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം അല്ലെ? അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഒരു മെക്കാനിസം ആണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് പറയുന്നത് എന്താന്ന് വെച്ചാല്, അതായത് ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റ് ആണ് അല്ലെ? അതായത് ഇങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ കുറച്ചുകൊണ്ടുവരുന്ന ഇൻഡസ്ട്രി, അങ്ങനെയുള്ള കമ്പനീസിന് എന്ത് ചെയ്യും? അവര് കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അച്ചീവ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് അവർ എന്ത് ചെയ്യും? അത് കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാത്ത, അതായത് ഇങ്ങനെയൊന്നും നോക്കാത്ത വലിയ കമ്പനീസിന് അത് എന്ത് ചെയ്യും? ഈ ക്രെഡിറ്റ് അവര് സെല് ചെയ്യും, വിൽക്കും അല്ലെ? പൈസക്ക് വേണ്ടി വെക്കും. അതായത് ഇവർക്ക് ഒരു ഫണ്ട് കൊടുക്കും. ഈ വലിയ കമ്പനീസ് എന്ത് ചെയ്യും? ഇങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മൂവ് ചെയ്യുന്ന, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന കമ്പനീസിന്, ഇങ്ങനെ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്ത കമ്പനീസിന് അവരുടെ ഫണ്ട് അവര് ഷെയർ ചെയ്യും. ഈ ഫണ്ട് കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവർക്ക് എത്രയാണോ ക്രെഡിറ്റ്സ് കിട്ടിയത്, ആ ക്രെഡിറ്റ്സ് അവരെന്ത് ചെയ്യും? ഈ വലിയ കമ്പനീസിന് അവര് ഷെയർ ചെയ്യും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാർബൺ ക്രെഡിറ്റ്സ് നമുക്ക് ഒന്നും കൂടെ പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, പറഞ്ഞത് തന്നെയാണ്, അന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സർട്ടിഫിക്കേഷൻ, ഒരു പെർമിഷൻ ആണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a permit that allows a country or organization to produce a certain amount of carbon emissions which can be traded if the full allowance is not used. ഇപ്പൊ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർമിഷൻ ആണ്. കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർമിഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ അല്ലെങ്കിൽ ക്ലോറോ കാർബൺസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള, എമിഷനെ എമിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അലോ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റിനാണ് എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പൊ ഇതിലിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഒക്കെ ഒന്നുകൂടെ നോക്കാം. കാർബൺ ക്രെഡിറ്റ് ആസ് എ സർട്ടിഫിക്കറ്റ് ഷോയിങ് ദാറ്റ് എ ഗവൺമെന്റ് ഓർ കമ്പനി ഹാസ് പെയ്ഡ് ടു ഹാവ് എ certain amount of carbon dioxide removed from the environment. അപ്പം അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രത്തോളം അളവ് കുറച്ചു എന്നുള്ളതിന്റെ അതിന്റെ ഒരു വാല്യുവേറ്റ് ചെയ്ത് അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതായത് ഒരു കമ്പനി അവർ മുന്നോട്ട് വയ്ക്കുന്ന, അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊജക്ട്, ആ പ്രൊജക്റ്റിൽ അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ സപ്പോസ് പറയുകയാണെങ്കിൽ ഒരു സിമെന്റ് മാനുഫാക്ചറർ, അതായത് സിമെന്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവരെന്ത് ചെയ്യുന്നു? അവരുടെ പ്രോസസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അവരെന്ത് ചെയ്യുന്നു? അവരുണ്ടാക്കുന്ന പ്രോസസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. കൂടാതെ അവര് കമ്പനീസിന് ചുറ്റും കുറെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാന്ന് വിചാരിക്കുക. കുറേയേറെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ കമ്പനീസിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് അബ്സോർബ് ചെയ്യും? നമ്മുടെ ഈ ട്രീസ് അബ്സോർബ് ചെയ്യും അല്ലെ? അപ്പൊ ഈ അന്തരീക്ഷത്തിലുള്ള ഈ ട്രീസ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രീസിന് സാധിക്കും. അപ്പൊ ഈ കമ്പനീസ് ഇങ്ങനെ ട്രീസ് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും കുറയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനുള്ള ടീംസ് ഇതെന്ത് ചെയ്യും? ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇവർക്ക് ഒരു വർഷത്തിന്റെ ഇടയിൽ ഇത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഇത്രത്തോളം ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടീംസ് ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഈ കമ്പനീസ് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ കമ്പനീസിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ കിട്ടിയ കാർബൺ ക്രെഡിറ്റ്സ് ഒരു 10 കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രെഡിറ്റ് ആണ് കിട്ടുക. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിന് 1 കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനീസിന് കിട്ടുക 1 ക്രെഡിറ്റ് ആണ്, 1 കാർബൺ ക്രെഡിറ്റ് ആണ് കിട്ടുക. പിന്നെ പറയുന്നു 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ അച്ചീവ് ചെയ്താൽ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനീസിന് കിട്ടുക 1 കാർബൺ ക്രെഡിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അച്ചീവ് ചെയ്യുന്ന ഈ കാർബൺ ക്രെഡിറ്റ്സ് എന്ത് ചെയ്യും? അവർക്ക് വെറുതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഈ കാർബൺ ക്രെഡിറ്റ്സ് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ പല രീതിയിലുള്ള സ്കീംസിന് അവര് എന്ത് ചെയ്യും? ഇത് പല രീതിയിലുള്ള, അതായത് പല ഹൈടെക് ആയിട്ടുള്ള പല കമ്പനീസിനും അവരൊന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടാവില്ല. അവർക്കുള്ള ഈ അവർക്കും ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ? ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും അതിന്റെ അണ്ടറിൽ വരുന്നതാ അല്ലെ? അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും ഇത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് കുറക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഓരോ രാജ്യങ്ങളിലെയും ഇൻഡസ്ട്രിയലായിട്ടുള്ള ഇത്രയും കമ്പനീസിനെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഓരോ കമ്പനീസിനും ഈ ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും, കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഹൈടെക് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങിയ പ്രൊജക്ട്സ് ഒന്നും അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവില്ല. അവരവരുടെ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അവരിങ്ങനെ എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ ബോധേഡ് ആവുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കമ്പനീസിന് ക്യോട്ടോ പ്രോട്ടോകോൾ വഴി അവരൊരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ അച്ചീവ് ചെയ്തിട്ടുള്ള, ഇങ്ങനെ ഓൾറെഡി കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്തിട്ടുള്ള കമ്പനീസുമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഫണ്ട് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത കമ്പനിയിലേക്ക് കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാത്ത കമ്പനീസിനെ അവർക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഫണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ് അവരെന്ത് ചെയ്യും, ഈ അച്ചീവ് ചെയ്തിട്ടുള്ള കമ്പനികൾ അവർക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവര് കാർബൺ ക്രെഡിറ്റ്സിനെ അച്ചീവ് ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, കാർബൺ ക്രെഡിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു വർഷം അവരെ അച്ചീവ് ചെയ്യേണ്ട ഒരു കാർബൺ ക്രെഡിറ്റ് അവർക്ക് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഹലോ ഹലോ ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഹൈടെക് ആയിട്ടുള്ള കമ്പനീസ് എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ ഒരു വർഷം ഇത്രത്തോളം അച്ചീവ് ചെയ്യണം, കാർബൺ ഡൈ ഓക്സൈഡ് അച്ചീവ് ചെയ്യണം, റിഡക്ഷൻ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അച്ചീവ് ചെയ്യണം, ഒരു ടാർഗറ്റ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഹൈടെക് ആയിട്ടുള്ള കമ്പനീസ് ഒന്നും ഇത് അച്ചീവ് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ ഫണ്ട് ഇങ്ങനെയുള്ള കമ്പനീസിൽ, അതായത് ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത കമ്പനീസിലേക്ക് എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഫണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ അച്ചീവ് ചെയ്ത കമ്പനീസ് ഈ ഹൈടെക് കമ്പനീസിലേക്ക് അവർ അച്ചീവ് ചെയ്ത കാർബൺ ക്രെഡിറ്റ് ഈ ഒരു എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ് അവർ ഷെയർ ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവർ അച്ചീവ് ചെയ്യേണ്ട കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യും, ഹൈടെക് കമ്പനീസിനും കിട്ടും. അപ്പൊ ഹൈടെക് കമ്പനീസിന് ഇത്രത്തോളം ടാർഗറ്റ് ഒരു വർഷം അച്ചീവ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ആ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഷെയറിംഗ് വഴി കിട്ടും. അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ ഷെയറിംഗ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അറേഞ്ച്മെന്റിനെയാണെന്ന് പറയുന്നത് നമ്മള് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് ഫിഗർ ഒക്കെ വരച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഫിഗർ ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഗർ ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബന്റെ അളവ് കുറച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പെർമിഷൻ. അതായത് അവർക്ക് ഇത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തേക്ക് വിടാം, ഇത്രയും അവർ കുറച്ചു, ഇനി അവർക്ക് ഇത്രത്തോളം പുറത്ത് വിട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു ക്രെഡിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. ആ കുറച്ചു കൊണ്ടുവരുമ്പോ ഒരു ക്രെഡിറ്റ് കിട്ടും, ഒരു പെർമിഷൻ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് സർട്ടിഫിക്കറ്റിനെയാണ് എന്ത് പറയാ, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് 1 carbon credit is equal to 1 ton of carbon dioxide. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, അവര് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആണോ? ഒരു കാർബൺ ക്രെഡിറ്റ് ഒരു കമ്പനി അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ കമ്പനി 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ്
ടണ്ണാണ്, ടൺ. ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് എ സിമെന്റ് മാനുഫാക്ചറർ റെഡ്യൂസ് ഇറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് by 1 ton by adapting some changes into its process or by any other means, say just by planting some trees around its plant, it's awarded 1 carbon credit. This carbon credit can be sold to any industry, allowing it to emit 1 extra ton of carbon dioxide than its allowable limit. അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ. ഒരു സിമെന്റ് മാനുഫാക്ചറർ അയാൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെ കുറച്ചുകൊണ്ടുവന്നു. 1 10 അയാൾക്കൊരു 1 കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്തത്, അയാളുടെ ചുറ്റും അയാളുടെ കമ്പനിക്ക് ചുറ്റും എന്ത് ചെയ്തു, കുറെ പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചു അല്ലെ? അപ്പൊ അയാൾ ഇവാലുവേറ്റ് ചെയ്ത സമയത്ത് അയാൾക്കൊരു കാർബൺ ക്രെഡിറ്റ് കിട്ടി. ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അയാൾ ഈ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ചു കൊണ്ടുവന്നു എന്ന് അർത്ഥം അല്ലെ? ഈ കിട്ടിയ കാർബൺ ക്രെഡിറ്റ് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് വേറെ കമ്പനീസിൽ ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് വേണമെങ്കിൽ അയാൾക്ക് വിൽക്കാം. ഏതൊരു കമ്പനിയിലേക്കും, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, ലോകത്ത് നിലനിൽക്കുന്ന ഏതൊരു ഷെയർ മാർക്കറ്റിലേക്ക് വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് കിട്ടിയ ഈ കാർബൺ ക്രെഡിറ്റ് വിൽക്കാം, സെല്ല് ചെയ്യാം. എന്നിട്ട് സെല്ല് ചെയ്യുമ്പോൾ അയാൾ കൊടുക്കുന്ന പെർമിഷൻ എന്താ, ഈ സെല്ല് ചെയ്യാന്ന് പറയുമ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അയാൾ ആ കമ്പനിക്ക് കൊടുക്കുന്നത് എന്താ, അവർക്ക് ഒരു വർഷം ഈ ഒരു 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് റിലീസ് ചെയ്യാം എന്നുള്ള പെർമിഷനാണ് അയാൾക്ക് കൊടുക്കുന്നത്. ഈ കാർബൺ ക്രെഡിറ്റ്, ഇയാൾക്ക് കിട്ടിയ കാർബൺ ക്രെഡിറ്റ് അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പൊ അതുകൊണ്ട് നേട്ടമൊന്നുമില്ല അല്ലെ? ഇപ്പൊ അയാൾ കാർബൺ ക്രെഡിറ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് അയാൾക്ക് കാര്യമൊന്നുമില്ല. എന്താ, അയാൾ ഈ വർഷം അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് അയാൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേറെ ആൾക്ക് വിൽക്കപ്പെടുമ്പോ എന്താ ഉണ്ടാവുക, അവർ അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടി. അവര് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ്. മനസ്സിലായോ? മീനിങ് എങ്ങനെയാന്ന് മനസ്സിലായോ? അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? ഹലോ ഹലോ മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ കാർബൺ ക്രെഡിറ്റ് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കാർബൺ ക്രെഡിറ്റ് നടക്കുക. പിന്നെ നമ്മൾ പറയുന്നത് കുറച്ച് കമ്പനീസ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള, നമ്മുടെ വേൾഡിലൊക്കെ ഉള്ള ഫേമസ് ആയിട്ടുള്ള കമ്പനീസ്, കാർബൺ ക്രെഡിറ്റ് ഷെയർ ചെയ്യുന്ന കമ്പനീസിന്റെ കുറച്ച് പേരാ കൊടുത്തിട്ടുള്ളത്. അതായത് എക്സ്പീഡിയ, ഹോൾ ഫുഡ്സ് ആൻഡ് ഹൈനിസ് ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് ഒക്കെ ഇവര് കാർബൺ ക്രെഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നൈക്ക് ഹാസ് സോൾഡ് എമിഷൻ റിഡക്ഷൻ ക്രെഡിറ്റ്സ് ഈക്വലിംഗ് 1 lakh ton to the യൂട്ടിലിറ്റി കമ്പനി എൻറ്റോർജി. എൻറ്റോർജി എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് നൈക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 1 lakh ton കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്, കാർബൺ ക്രെഡിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എൻറ്റോർജി ഹാസ് ഓൾസോ പർച്ചേസ്ഡ് കാർബൺ ക്രെഡിറ്റ് ഫ്രം ഡിപ്പോണ്ട് ആൻഡ് ഷെൽ. ഇപ്പൊ എൻറ്റോർജി എന്ന് പറഞ്ഞ കമ്പനി ഡുപോണ്ട് ആൻഡ് ഷെൽ എന്ന് പറയുന്ന അതർ കമ്പനീസിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ എൻറ്റോർജി എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു വർഷത്തേക്ക് ഇത്രത്തോളം കാർബൺ ക്രെഡിറ്റ്സ് അവർ വാങ്ങി. പുറത്തുനിന്നും അവരങ്ങനെ അച്ചീവ് ചെയ്ത കമ്പനീസിൽ നിന്നും അവർ വാങ്ങി. അങ്ങനെയുള്ള നൈക്ക് എന്ന് പറയുന്നത് അങ്ങനെ അച്ചീവ് ചെയ്ത, കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്ത കമ്പനിയാണ്. അപ്പൊ അവരിൽ നിന്നും 1 lakh tons കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രെഡിറ്റ് വാങ്ങി, കാർബൺ ക്രെഡിറ്റ് അവര് വാങ്ങി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. 1 lakh ton കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 lakh ton കാർബൺ ഡൈ ഓക്സൈഡ് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ പെർമിഷൻ വാങ്ങി എന്ന് പറഞ്ഞാല് 1 lakh കാർബൺ ക്രെഡിറ്റ് വാങ്ങിയെന്നല്ലേ? ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 ton ആണ്. അപ്പൊ 1 lakh ton എന്ന് പറയുമ്പോ എത്രയാ? 1 lakh കാർബൺ ക്രെഡിറ്റ്സ് അല്ലേ? അപ്പൊ 1 lakh കാർബൺ ക്രെഡിറ്റ്സ് നൈക്കിൽ നിന്നും എൻറ്റോർജി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തു, വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് നേരിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് അതർ കമ്പനീസിൽ നിന്നും പൈസ കൊടുത്തിട്ട് വാങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഹൗ ടു അക്വയർ ക്രെഡിറ്റ്സ്, എങ്ങനെയൊക്കെ ഈ കമ്പനീസിന് ഏതൊക്കെ വിധത്തില് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്.
അപ്പൊ അതിന് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ തന്നെ അവർ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 3 മെക്കാനിസംസ് പറയുന്നുണ്ട്. 3 മെക്കാനിസംസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതിൽ ഒരു മെക്കാനിസം ആണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എ ഡെവലപ്ഡ് കൺട്രി വിത്ത് റിലേറ്റീവ്ലി ഹൈ കോസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ഗ്രീൻ ഹൗസ് റിഡക്ഷൻ വുഡ് സെറ്റപ്പ് എ പ്രൊജക്ട് ഇൻ അനദർ ഡെവലപ്ഡ് കൺട്രി. ഒരു ഡെവലപ്ഡ് കൺട്രി എന്ത് ചെയ്യണം? വിത്ത് റിലേറ്റീവ്ലി ഹൈ കോസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ഗ്രീൻ ഹൗസ് റിഡക്ഷൻ. അതായത് കൂടുതൽ എന്ത് ചെയ്യാം, ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വേറൊരു ഡെവലപ്ഡ് കൺട്രീസിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള വേറൊരു കമ്പനിയും കൂടെ അവർക്ക് സെറ്റപ്പ് ചെയ്യാം. അവർക്ക് അവിടെ എന്ത് ചെയ്യണമെന്നില്ല, ഈ കാർബൺ ക്രെഡിറ്റ് അവർക്ക് അച്ചീവ് ചെയ്യണമെന്നില്ല. എത്രത്തോളം ഇവർ ഇവിടെ കുറക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള കാർബൺ റിലീസ് അവർക്ക് വേറൊരു കമ്പനിയിൽ ചെയ്യാൻ പറ്റും, വേറൊരു രാജ്യത്ത് ചെയ്യാൻ പറ്റും. അതിനാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഡെവലപ്ഡ് കൺട്രി കൂടുതലായിട്ടുള്ള ഗ്രീൻ ഹൗസ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനീസിന് എന്ത് ചെയ്യാം, വേറൊരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയിട്ട് അവർക്ക് അവിടെ എന്ത് ചെയ്യാം, വേറൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അവിടെ അവർ എന്ത് ചെയ്യണമെന്നില്ല, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ കൺട്രോൾ ചെയ്യണ്ട. ഇവിടെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ കൺട്രോൾ ചെയ്യണമെന്നില്ല. അപ്പൊ ഇതിനാണ് നമ്മൾ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഇരിട്ടിയും മട്ടന്നൂരും ഒരു എക്സാമ്പിൾ ആണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, നിങ്ങൾ ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പൊ ഇരിട്ടി എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രി, മട്ടന്നൂർ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഇരിട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ അവർ നടത്തുന്നുണ്ട്, ഒരു കമ്പനി നടത്തുന്നുണ്ട്. നന്നായിട്ട് അവർ അച്ചീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിഡക്ഷൻ അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇരിട്ടിയിൽ നടത്തുന്ന അതേ ആൾക്ക് വേറൊരു ഷോപ്പ് മട്ടന്നൂരും ചെയ്യാം. ആ മട്ടന്നൂർ നടത്തുന്ന ഷോപ്പിൽ എന്ത് ചെയ്യണം എന്നില്ല, ഇവർക്ക് ഈ കാർബൺ ക്രെഡിറ്റ് അവർ റിലീസ് ചെയ്യുന്നതിനുള്ള ഈ ഒരു ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യണം എന്നില്ല. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെക്കാനിസം വഴി ഇവർക്ക് കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവർക്ക് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടുന്നുണ്ടല്ലോ, ഒരു സ്ഥലത്ത് കിട്ടിയത് തന്നെ അവർ മറ്റേ സ്ഥലത്തേക്കും കൂടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർ ദ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. നമ്മൾ പറയുന്ന CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ഫണ്ട് ഷെയർ ചെയ്യുക, ഫണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ക്രെഡിറ്റ്സ് കിട്ടുക. അപ്പൊ അതുവഴിയും അവർക്ക് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടാൻ പറ്റും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതായത് കൺട്രീസ് അല്ലെ ട്രേഡിങ്ങിനെ വെക്കാന്ന് പറയില്ലേ, ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് അറിയാലോ. കൺട്രീസ് ക്യാൻ ട്രേഡ് ഇൻ ദ ഇന്റർനാഷണൽ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് ടു കവർ ദർ ഷോർട്ട് ഫോൾ ഇൻ അലവൻസസ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ രാജ്യങ്ങൾക്ക് അവർക്ക് കിട്ടിയ കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യാം, ട്രേഡിങ്ങിന് വെക്കാം. അതായത് ഇല്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് ഉണ്ടാവുമല്ലോ, ഷെയർ മാർക്കറ്റ് ഒക്കെ പോലുള്ള ട്രേഡിങ്ങിന് പൈസ വെക്കുന്നത് പോലെ തന്നെ ഈ കാർബൺ ക്രെഡിറ്റ്സും അവർക്ക് എന്ത് ചെയ്യാം, ട്രേഡിങ്ങിന് വെക്കാം. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 മെക്കാനിസത്തിലൂടെ ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാത്ത കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രീസിന് കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാർബൺ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എമിഷൻസ് ട്രേഡിംഗ്. ഈ 3 മെക്കാനിസത്തിലൂടെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന 3 മെക്കാനിസം ആയിട്ട് ഈ 3 മെക്കാനിസത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറയുന്നത് കാർബൺ ക്രെഡിറ്റ്സ് കാർബൺ ട്രേഡിംഗ് ആണ് കേട്ടോ. കാർബൺ ട്രേഡിംഗ്, ഈ കാർബൺ ട്രേഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതായത് ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന സ്കീമാണ് കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീം. ആ ഒരു പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ സ്കീം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ സ്കീം ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കാർബൺ ക്രെഡിറ്റ്സ് കിട്ടാൻ പറ്റും, ഇങ്ങനെ ചെയ്താൽ ഒരു കാർബൺ ക്രെഡിറ്റ് കിട്ടാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്കീമാണ് എന്ത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത് കാർബൺ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് കാർബൺ ക്രെഡിറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം, ട്രേഡ് മാർക്കറ്റിംഗ് വഴി കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്കീമിനെയാണ്, ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു പ്രോസസ്സ്, ഒരു പ്രോഗ്രാമിനെയാണ്, ഒരു പരിപാടി, എങ്ങനെയൊക്കെ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിക്കാണ് എന്ത് പറയുന്നത്, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്.
Carbon emission trading is emissions trading specifically for carbon dioxide and currently makes up the bulk of emission trading. Okay. അപ്പൊ ഇങ്ങനെ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിങ്, അതാണ് ഒരു സ്കീം, ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കീമിനെയാണ് എന്ത് പറയാ, കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദിസ് ട്രേഡ് ഈസ് കോൾഡ് കാർബൺ ഓഫ്സെറ്റ് ഓർ കാർബൺ ക്രെഡിറ്റ്. അപ്പം ഈ കാർബൺ ട്രേഡിങ്ങിന് അവർ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, കാർബൺ ഓഫ്സെറ്റ് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ട്രേഡ്, യൂസ്ഡ് ദിസ് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. അതായത് എത്രത്തോളം ട്രേഡ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണം ഉണ്ടാവുമല്ലോ, അതിനാണ് കാർബൺ ഓഫ്സെറ്റ് അല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് കാർബൺ ട്രേഡിംഗ് നടത്തുമ്പോൾ അവർക്ക് ഒരു അളവ് വേണമല്ലോ, എത്രത്തോളം കൊടുക്കാൻ പറ്റും, എത്രത്തോളം, ഒരിപ്പം പൈസയോ ഇപ്പം മാർക്കറ്റ് ഷെയർ ആണെങ്കിൽ ഇത്ര ഷെയർ വന്നാൽ ഇത്രത്തോളം ലാഭം കിട്ടും, അങ്ങനെയാണല്ലോ പറയാ. അപ്പൊ ട്രേഡിൽ ഈ കാർബൺ ട്രേഡിങ്ങിൽ അവർ പറയുന്നത് എന്താ, അവരെങ്ങനെയാ മെഷർ ചെയ്യാ, ആ ഒരു മെഷർമെന്റിനെയാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം കാർബൺ ക്രെഡിറ്റ്സ് കൊടുക്കാം. ആ ഒരു മെഷർമെന്റ്, ഒരു ഫിനാൻഷ്യൽ മെഷർമെന്റ്, പൈസ ആയിട്ടല്ല, ഫിനാൻഷ്യൽ മെഷർമെന്റ്, ആ ഒരു അളവിനാണ് കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ ട്രേഡിംഗ്. കാർബൺ ട്രേഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ന്യൂ ക്യാഷ് ഫ്ലോസ് ടു കമ്പനീസ് ഹു ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ദർ എമിഷൻ ലെവൽസ് വെൽ വിതിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ക്യാഷ്, ഒരു കമ്പനീസിന് ക്യാഷിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള കമ്പനീസിന് അവർക്ക് ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്നത് വഴി വലിയ കമ്പനീസിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും, ഫണ്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലെ. കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്ന കമ്പനീസിന് എന്ത് ചെയ്യാം, അവർക്ക് ഈ കാർബൺ ക്രെഡിറ്റ് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. അങ്ങനെ വേറൊരു വലിയൊരു കമ്പനീസ് ആയിട്ട് സെല്ല് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. ആ ഫണ്ട് കിട്ടുന്നത് വഴി ഇവർക്കൊരു ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദ ഓവറോൾ എക്കോളജിക്കൽ ബാലൻസ് ഈസ് പ്രിസർവ്ഡ്. മൊത്തമുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൊണ്ടുവരുന്നത് വഴി മൊത്തം ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാകും അല്ലെ. ഇവരിവിടെ കുറച്ചുകൊണ്ടുവരുന്നു, അവരവിടെ കൂടുതലായാലും മൊത്തത്തിൽ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടാകും. തേർഡ് വൺ എന്ന് പറയുന്നത്, ദ കമ്പനി ഓർ കൺട്രി ഗെറ്റ്സ് റിവാർഡഡ് ഫോർ അപ്ലൈയിങ് ക്ലീൻ ടെക്നോളജി ഇൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പൊ ഒരു കമ്പനിക്ക് അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അവരൊരു ക്ലീൻ ടെക്നോളജി ഒരു റിവാർഡ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള 3 അഡ്വാൻറ്റേജസ് ആണ് അവർക്കുള്ളത്. ഓക്കെ. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ കുറച്ച് പോരായ്മകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. റൈറ്റ് ടു പൊള്യൂട്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വലിയ കമ്പനീസിന് എന്ത് ചെയ്യാം, അവർക്ക് ക്യാഷ് ഉണ്ട്, അപ്പൊ അവർക്ക് കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങാം എന്നുള്ളൊരു മുൻധാരണയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ എൻവയോൺമെന്റിനെ പൊള്യൂട്ട് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് റിലീസ് ചെയ്യാം. ആ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പല കമ്പനീസിൽ നിന്നും എന്ത് വാങ്ങിയാൽ മതി, കാർബൺ ക്രെഡിറ്റ്സ് വാങ്ങിയാൽ മതി. അപ്പൊ എത്രത്തോളം നല്ല വശങ്ങളുണ്ടോ അത്രത്തോളം അതിന് ചീത്ത വശങ്ങളും ഉണ്ട്. അപ്പൊ ഒരു റൈറ്റ് ടു പൊള്യൂട്ട് ചെയ്യാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കുന്നുണ്ട്, കമ്പനീസിന് കൊടുക്കുന്നുണ്ട് അല്ലെ. ഹൈടെക് കമ്പനീസിന് അവർ എന്ത് കൊടുക്കുന്നുണ്ട് അല്ലെ, ക്യോട്ടോ പ്രോട്ടോകോളിന്റെ എന്തിൽ തന്നെ വരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊള്യൂട്ട് ചെയ്യാം, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പൈസ കൊടുത്തിട്ട് ആ പൊള്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കണക്കിന് അവരെന്താ ചെയ്യുന്നത്, റൈറ്റ് ടു പൊള്യൂട്ട് ചെയ്യാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്, ഏതൊരു കമ്പനി ആണെങ്കിലും. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് വാങ്ങാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ എൻവയോൺമെന്റിനെ പൊള്യൂട്ട് ചെയ്യാം. ആ ഒരു റൈറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അതൊരു പോരായ്മയാണ്. ദെൻ സ്ലോ പ്രോസസ്. ഇതൊക്കെ ഒരു പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. Industries are opting the easy way, purchase more allowances than implementing greener technologies. അപ്പൊ കൂടുതൽ അലവൻസസ് ഒക്കെ ഇങ്ങനെ നേടി അവരൊരു ചെറിയൊരു സ്ലോ പ്രോസസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓർ ഗ്ലോബൽ ഫ്രെയിംവർക്ക്. ഇതിനൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റോ ഒരു ഗ്ലോബൽ ഫ്രെയിംവർക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്നതാണ് എങ്കിൽ പോലും ഒരു സെൻട്രലൈസ്ഡ്, അതായത് നമ്മുടെ ഗവൺമെന്റിന്, ഇന്ത്യൻ ഗവൺമെന്റ് ഒരു രാജ്യത്തിന്റെ കീഴിലായിട്ട് അത് വരുന്നില്ല, മൊത്തം ആഗോള തലത്തിലാണ് ഇത് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇതുവരെ വന്നിട്ടില്ല. ആബ്സെൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ആൻഡ് ആക്സെപ്റ്റഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ആക്ട് ആർ മിസ്സിംഗ്. അങ്ങനെയുള്ള ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇപ്പൊ ISO അങ്ങനെയൊക്കെ ഉള്ള ഒരു മുദ്ര, അങ്ങനത്തെ ഒന്നും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഉള്ളതിന്റെ ഒക്കെ ഒരു മിസ്സിംഗ് ഇവിടെ കാണാൻ പറ്റും.
ഓക്കെ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് നോ എഫക്റ്റീവ് കാർബൺ റിഡക്ഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി ധാരാളം കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു, ഒരാൾക്കാർ അത് കുറച്ചുകൊണ്ട് വരുന്നു. പക്ഷെ മൊത്തത്തിൽ നോക്കിയിട്ട് ഒരു ബാലൻസ് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിലും മൊത്തത്തിൽ നോക്കിയിട്ട് നമുക്ക് ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? പൈസ ഉള്ളവർ കൂടുതലായിട്ട് നമ്മൾ എൻവയോൺമെന്റിനെ പൊള്യൂട്ട് ചെയ്യുന്നു. leads to carbon reduction in one place and results in carbon emission in some other place. അപ്പൊ ഒരു സ്ഥലത്ത് വല്ലാതെ പൊള്യൂട്ടഡ് ആകും, ഒരു സ്ഥലത്ത് വല്ലാതെ നന്നായിട്ട് പ്രൊട്ടക്ട് ആയിട്ടും വരും. ആ ഒരു രീതിയിൽ ഉണ്ടാവും അല്ലെ. ഹൈ ഡെവലപ്ഡ് കൺട്രീസിൽ അവർക്ക് പൈസ ഉണ്ടായതുകൊണ്ട് അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, എൻവയോൺമെന്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. വേറെ സ്ഥലത്ത് അവർ ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ബാലൻസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. നോ എഫക്റ്റീവ് കാർബൺ റിഡക്ഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു കാർബൺ റിഡക്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജസിന്റെ അതേ കണ്ണാടിയിൽ വെച്ച് നോക്കണം, നമുക്ക് തുലനം ചെയ്ത് നോക്കാൻ പറ്റുന്നത് തന്നെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഇന്ന് പഠിച്ച ടോപ്പിക് ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, എല്ലാവരും പ്രസന്റ് അല്ലേ? ആരാ ഉള്ളത്? ആകാശ് ഉണ്ടോ?